ഹായ് ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആർതർ സി ക്ലാർക്ക് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആസ് വി ഓൾ നോ, ഹീസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷൻ എന്ന മേഖലയിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുള്ള റൈറ്ററായിട്ട് നമുക്ക് ആർതർ സി ക്ലാർക്കിനെ കാണാനായിട്ട് പറ്റും. 1958 ഹ്യൂഗോ അവാർഡ് പോലെയുള്ള കരിയർ ടേക്കിംഗ് അവാർഡുകളൊക്കെ ലഭിച്ച ആളുകളുടെ കൂടെയായിരുന്നു ആർതർ സി ക്ലാർക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് റൈറ്റർ. സോ ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നക്ഷത്രം തന്നെയാണ്. പക്ഷേ നമ്മൾ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിലേക്ക് ഒരു കൂട്ടം ആസ്ട്രോഫിസിസ്റ്റുകൾ നടത്തുന്ന ഒരു ജേണി, എന്നിട്ട് എന്ത് ചെയ്യാണ്, എർത്തിലേക്ക് അവരുടെ തിരിച്ചു വരവ്, അവരവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. അതേപോലെ തന്നെ 1965 ഷോർട്ട് സ്റ്റോറി ഇൻ്റർനാഷണൽ ഒരു ഫെസ്റ്റിവലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റോറി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Okay, so let's move into the plot of the story. Okay, The Star by Arthur C. Clarke. Okay, Arthur C. Clarke-ന്റെ The Star എന്ന് പറയുന്ന നോവൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി. The unnamed narrator, a Jesuit priest, is an astrophysicist on an exploratory scientist spacecraft. ഇപ്പോൾ സ്പേസ് ക്രാഫ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്പേസിലേക്ക് പോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് എന്ന് വിളിക്കാറ്. നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് പേരില്ലാത്തൊരു നറേറ്റർ, ഇതിൻ്റെ എഴുത്തുകാരൻ എന്തില്ല, അതിൽ പറയുന്നില്ല, എഴുത്തുകാരൻ ഇതിലൊരു ക്യാരക്ടറാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ്, ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈസ് ആസ്ട്രോഫിസിസ്റ്റ് ഓൺ ആൻ എക്സ്പ്ലോറേറ്ററി സയൻറ്റിഫിക് സ്പേസ് ക്രാഫ്റ്റ്. എന്ത് ചെയ്യാണ്, അങ്ങനെ ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു നറേറ്റർ എന്ത് ചെയ്യാണ്, സ്പേസ് ക്രാഫ്റ്റിൽ എവിടേക്ക് പോകുന്നുണ്ട്, സ്പേസിലേക്ക് പോവാണ്. ഹി ഈസ് കോൺസ്റ്റന്റ്ലി റിമൈൻഡഡ് ഓഫ് ദിസ് ഡുവാലിറ്റി ബൈ ഹിസ് ഷിപ്പ്മേറ്റ്സ് ആൻഡ് ബൈ ദ വെരി ഡെക്കറേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ഹിസ് റൂം. ഇപ്പം എന്ത് ചെയ്യാണ്, അവൻ്റെ സ്വഭാവത്തിലും അവരെക്കാളും നല്ല ഫെസിലിറ്റീസോ കിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഒപ്പമുള്ളവർക്ക് ഈ നറേറ്ററോട് ഒരു ചെറിയ ജലസി, ഒരു ആങ്കറൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡുവാലിറ്റി മീൻസ് രണ്ട് സ്വഭാവം കാണിക്കുന്ന ഒരാളായിട്ടായിരുന്നു നമ്മൾ നറേറ്റർ ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ദ ജെസ്യൂട്ട് സ്പീക്സ് ത്രൂ ഔട്ട് ദറ്റ് സ്റ്റോറി ടു ആൻ അൺനെയിംഡ് യു ഹു ഈസ് ഓഫൻ അൺനോൺ. ഇപ്പം നമ്മളുടെ ഈ ജെസ്യൂട്ട് പ്രീസ്റ്റ്, ഈ നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, യു എന്ന് പറയുന്ന ഒരാളോട് ഈ കഥയിൽ ഉടനീളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരാണെന്നോ എന്താണെന്നോ സ്റ്റോറിയിൽ റിവീൽ ചെയ്യുന്നില്ല. സം ടൈംസ് ഹിംസെൽഫ്, അറ്റ് ടൈം സെന്റ് ഇഗ്നേഷ്യസ് ലോയോള, ഫൗണ്ടർ ഓഫ് ദ ജെസ്യൂട്ട്സ്, ആൻഡ് ഫൈനലി ഗോഡ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നിലവിൽ അതേപോലെ തന്നെ കാണാൻ പറ്റാത്തവരായിട്ടും ദൈവത്തിനായിട്ടും, അതേപോലെ തന്നെ സെന്റ് ഇഗ്നേഷ്യസ് ലോയോള, ഫൗണ്ടർ ഓഫ് ജെസ്യൂട്ട്സിന്റെ ഫൗണ്ടറാണ് ലോയോള, ഇവരായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നറേറ്റർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദ നറേറ്റർ സെവറൽ ബ്രീഫ് അസൈഡ് ഷോ ഹിസ് ഡിസ്ട്രസ് ഓവർ സംതിങ് ദ ഷിപ്പ് ഹാസ് ഡിസ്കവേർഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷിപ്പ് കണ്ടെത്തി എന്തോ ഒരു കാര്യത്തിലുള്ള ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് അല്ലെങ്കിൽ ഒരു ആ ഷിപ്പിനോടുള്ള, ആ ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സിനോടുള്ള ഒരു ചെറിയ അസഹിഷ്ണുത നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാനായിട്ട് പറ്റും. ഈ ഷിപ്പ് അങ്ങനെ സ്പേസിലേക്ക് പോയ സമയത്ത് എന്തോ ഒരു വേണ്ടാത്തത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കാരണം മൂപ്പരുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ദ ഷിപ്പ് ഹാസ് കം ടു ദ ഫീനിക്സ് നെബുല. എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫീനിക്സ് നെബുലയിൽ എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ ഇവരുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ എന്താണ്, ഇയാളോട് വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ഡുവാലിറ്റിയാണ്, അയാൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ട്. അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കണ്ടുപിടിച്ച എന്തോ ഒരു കാര്യത്തിനോടുള്ള ദേഷ്യം നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ്, ദ ഷിപ്പ് ഹാസ് കം ടു ദ ഫീനിക്സ് നെബുല. നമ്മളെ ക്ലസ്റ്ററിൽ, ഗാലക്സിയുടെ ക്ലസ്റ്ററിൽ സൗത്തേൺ കോൺസ്റ്റലേഷനിൽ നിലനിൽക്കുന്ന ഒരു നെബുലയാണ് ഫീനിക്സ് നെബുല എന്ന് പറയുന്നത്. ഓക്കെ, ദ റിമെയിൻസ് ഓഫ് എ സ്റ്റാർ ദാറ്റ് ബിക്കേം എ സൂപ്പർനോവ. ഇതാണ് പിന്നീട് എന്തായത്, സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആയിട്ട് മാറുന്നത്. ഫീനിക്സ് ക്ലസ്റ്ററിലെ ഫീനിക്സ് നെബുലയാണ് പിന്നെ സൂപ്പർനോവയായിട്ട് മാറിയത്. To try to reconstruct the events that led up to the catastrophe and if possible to learn its use. ഇവർ പോയിട്ട് എന്തിനാണ്, ഈ സൂപ്പർനോവ എന്നുള്ള സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഫീനിക്സ് നെബുല എന്നുള്ള സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഓഫ് ആസ്ട്രോഫിസിക്സ് നമ്മൾ നറേറ്ററൊക്കെ കൂടെ ഈ സ്പേസ് ക്രാഫ്റ്റിലെ സ്പേസിലേക്ക് പോയിട്ടുള്ളത്.
Expecting to find only the burnt star, the ship makes a much more exciting and ultimately poignant discovery. ഇപ്പോൾ ഇവർ പോയിട്ടുള്ളത് ഈ ഫീനിക്സ് നിബിലയുടെ അവസ്ഥ അറിയാനും അതെങ്ങനെയാണ് നശിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്താണ്, വേറൊരു ചില കാര്യങ്ങളും കൂടി നമ്മളുടെ ഈ ഷിപ്പ്, ഈ സ്പേസ് ക്രാഫ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സ്റ്റാർ സിസ്റ്റം സർവൈവ്ഡ് ദ ബേണിംഗ് ആൻഡ് ആൻ ആർട്ടിഫാക്റ്റ് ഈസ് സെൻഡിങ് ഔട്ട് എ ബീക്കൺ ഫ്രം ഇറ്റ്സ് സർഫേസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഉരുകിയിട്ട് ചൂട് കൊണ്ട് അന്തരീക്ഷത്തിൽ ചൂട് കൊണിച്ചിട്ട് ലാസ്റ്റ് നിലയിൽ നിന്നുണ്ട് ഒരു പ്ലാനറ്റ്, ഒരു സ്റ്റാർ പ്ലാനറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേണിങ് സർവൈവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർഫേസിൽ നിന്നൊരു ബീക്കൺ മീൻസ് ഒരു മറ്റേ കണ്ടിട്ടില്ലേ നിങ്ങൾ, ആ ചുവന്ന ആംബുലൻസിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ചുവന്ന ലൈറ്റ് തിരിയുന്നത്, അത്തരത്തിലുള്ളൊരു ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓൾദോ untrained for this unexpected archaeological work, the crew enthusiastically sets out to discover what secrets and treasures have been waiting through the centuries for discoveries and rescue. അപ്പോൾ ഈ കുറച്ചിങ്ങനെ നശിച്ചു വരുന്ന ഈ ഒരു പ്ലാനറ്റ് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ നാശത്തിൻ്റെ കാരണം എന്താണെന്നും കൂടി കണ്ടുപിടിക്കണമെന്ന് ഇവർക്ക് തോന്നാണ്. A monolithic marker leads a man to the hopes of the race doomed by the supernova, a civilization that it knew about to die and had made a last bid for immortality. ഇപ്പം എന്ത് ചെയ്യണം, ഈ സൂപ്പർനോവയോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ അറിയണം എന്ന് വിചാരിച്ചിട്ട് ഇവർ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ. The artifact contain artwork, recordings and written works, including keys for their translation. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശിലാസ്തൂപങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെന്തൊക്കെയായിരുന്നു, ആർട്ട് വർക്കുകൾ, അതേപോലെ തന്നെ റെക്കോർഡിങ്സ്, റിട്ടൺ വർക്ക്സ്, എഴുതപ്പെട്ട ലിഖിതങ്ങളും അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ ബുക്സും ഒക്കെ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒറിജിനൊക്കെ കണ്ടുപിടിക്കുകയാണ് ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ളവർ. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഫോട്ടോഗ്രാഫ് ഓഫ് ബ്യൂട്ടിഫുൾ സിറ്റീസ് ആൻഡ് ഹാപ്പി ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ബീച്ചസ് അണ്ടർ ദ then quiet sun. അപ്പോൾ അവർ പറഞ്ഞു, ഒരു സൂപ്പർനോവയുടെ അവസ്ഥ പോകാനാണ് പറഞ്ഞത്. അവിടെ വെച്ചിട്ട് വേറൊരു പ്ലാനറ്റിങ് കാണുന്നുണ്ട്. അവിടെ പണ്ടുണ്ടായിരുന്ന ആളുകളുടെ ഫോട്ടോസും ബീച്ചസിൻ്റെ ഫോട്ടോയും കുട്ടികൾ കളിക്കുന്ന ഫോട്ടോയൊക്കെ ഇവർ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. Although the vanished people most likely left on their best, as the narrator acknowledged they had a right to do, their remains show the men from Earth, a civilization that could reach neighboring planets, that possessed beauty and culture, but that ran out of time and was destroyed on the brink of interstellar travel, which might have allowed some of its people to survive. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതുപോലെ ഒരു ഭൂമി ഇതുവരെ ജീവിച്ചിരുന്നു എന്ന തരത്തിലെ ആളുകൾക്കും കാണിച്ചു കൊടുക്കണം എന്ന് ഇവർ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു വിചാരിച്ചു. പക്ഷെ അതിനുള്ള പ്രൂഫുകൾ എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ്. ഒരാൾ പോലും ഇന്ന് ആ പ്ലാനറ്റിൽ, പഴയ പ്ലാനറ്റിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നില്ല. ടു ആഡ് ടു ദ സോറോ ഓഫ് മെൻ ഫീൽ ദ റേസ് ലുക്സ് ഹ്യൂമൻ ലൈക്ക്, ഇൻവൈറ്റിംഗ് ഈവൻ മോർ എംപതി. അപ്പോൾ അവർ മനുഷ്യരൂപത്തിലുള്ള മനുഷ്യന്മാരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു ഈ പ്ലാനറ്റിലും ഉണ്ടായിരുന്നത്. The men who teased the astrophysics on the journey to the nebula about his religious beliefs asked him how much destruction can be reconciled with the God's mercy. അപ്പോൾ നമ്മളുടെ നറേറ്റർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഏത് നേരം ഗോഡിനായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ കണ്ടിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ആസ്ട്രോഫിസിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെയായിരുന്നു ഇവർക്ക് നാശം സംഭവിച്ചപ്പോൾ? ഇത്രയൊക്കെ നാശം പോലും നിന്റെ ദൈവത്തിന് തടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ബിലീഫിനെ, അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. The Jesuits tried to accept this questioning and answer it, but cannot. മൂപ്പര് അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ആൻസർ ദൈവത്തിന് എന്താ സഹായിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ചുള്ള ദൈവത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ മൂപ്പർക്ക് സഹായിക്കുന്നില്ല. ഈ wonders if even Saint Ignatius could have reconciled the situation, although he recognizes that God has no need to justify his actions to humankind. പറയുന്നുണ്ട്, നമ്മളെ സെന്റ് ഇഗ്നേഷ്യസ് ലോയോളയ്ക്ക് പോലും ഇത് തടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നിട്ട് മൂപ്പര് ഒരു ഫൈനൽ വേർഡിക്റ്റിൽ, ഒരു ഫൈനൽ ഒരു ഇതിലെത്തുന്നുണ്ട്. എന്താണ്, ദൈവത്തിന് ഹ്യൂമൻ കൈൻഡിനെതിരെ ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ദൈവമാണ് എല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടതില്ല, ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള ലാസ്റ്റ് ഒരു വേർഡിക്റ്റിൽ അവർ എത്തുന്നുണ്ട്. When as a ship's astrophysicist he makes his calculations, he finds something that severely tests his own faith. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മൂപ്പരുടെ വിശ്വാസത്തിലൊക്കെ തന്നെ ചെറിയ കോട്ടങ്ങളും ആ വിശ്വാസത്തൊക്കെ തുടങ്ങാണ്. ഹി കാൽക്കുലേറ്റ്സ് ദ ഡേറ്റ് ഓഫ് സൂപ്പർനോവ ആൻഡ് വെൻ ഇറ്റ്സ് ലൈറ്റ് റീച്ച്ഡ് ദ എർത്ത്. പിന്നെ എന്തായി, ഒരു സൂപ്പർനോവയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ട്. എന്നാണ് സൂപ്പർനോവ ഉണ്ടായത്, അതേപോലെ എന്നാണ് സൂപ്പർനോവയുടെ ലൈറ്റ് ആദ്യമായിട്ട് ഭൂമിയിലേക്ക്
പതിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ റീസൺ ഫോർ ദ നറേറ്റേഴ്സ് ഡൗട്ട്സ് ആൻഡ് സീം ഡെസ്പെയർ ബിക്കം ക്ലിയർ ഇൻ ദ ഫൈനൽ ലൈൻ ഓഫ് ദ സ്റ്റോറി. ആ അവരവിടെ കണ്ടിട്ടുള്ള ഒരു പ്ലാനറ്റിന്റെ ഡിസ്ട്രക്ഷന് ഗോഡ് കാരണമല്ലേ, ഗോഡ് എന്തുകൊണ്ട് തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ മൂപ്പർക്ക് ചില കോട്ടങ്ങളും ഇതൊക്കെ മൂപ്പരുടെ വിശ്വാസത്തിൽ പറ്റുന്നുണ്ട്. എവറി ഡേ സ്റ്റാർസ് ഗോ നോവ ആൻഡ് എവറി ഡേ റേസസ് ടൈം. എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂപ്പർനോവ എന്നും സഞ്ചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിഭാഗക്കാരും എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബട്ട് ദിസ് ട്രാജഡി ഹാസ് എ ഹൊറിഫിക് ഐറണി ഫോർ ദ തിയോളജിയൻ. Okay, what was the need to give these people to the fire that the symbol of their passing might shine above Bethlehem? Bethlehem നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ ഇതിൽ വരുന്നതാണ്, ഇതിൽ നമ്മൾ ബൈബിളിൽ വരുന്ന ഒരു പ്ലേസ് ആണ് ബെത്ലഹേം എന്ന് പറയുന്നത്, ഒരു സീക്രട്ട് പ്ലേസ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്, വാട്ട് വാസ് ദ നീഡ് ടു ഗിവ് ദീസ് പീപ്പിൾ ടു ദ ഫയർ? ഇപ്പം എന്താവശ്യത്തിനായിരുന്നു ഈ അഗ്നിയിൽ ജ്വലിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകളെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? ആ പ്ലാനറ്റിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും അഗ്നിക്ക് ഇരയായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് എന്താവശ്യമായിരുന്നു ഇവരെ അഗ്നിക്ക് ഇരയാക്കേണ്ടേ? that the symbol of their passing might shine above Bethlehem. അപ്പോൾ അവരുടെ ആത്മാക്കളൊക്കെ എവിടെ ഉണ്ടാവും, ബത്ലഹേത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ അവരുടെ മാർക്കുകൾ, സിമ്പിൾസ് ഒക്കെ എവിടെ ഉണ്ടാവും, അപ്പോൾ ബത്ലഹേത്തിന്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ഒരു ഡിസ്ട്രക്ഷൻ, ഹ്യൂമൻ ഡിസ്ട്രക്ഷൻ അവിടെ സംഭവിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഗോഡ്, എക്സിസ്റ്റന്റ് ആയിട്ടുള്ള ഗോഡ് അത് തടഞ്ഞില്ല, എന്തുകൊണ്ട് ഇത്രയും ആളുകളെ മരിക്കാൻ വിട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യനിങ് ഓഫ് ദ ഗോഡ് ആൻഡ് സയൻസ് ഫിക്ഷൻ ആണ്. നമുക്ക് കുറേ സയന്റിഫിക് എലമെന്റ്സ് ഇതിൽ കാണാൻ പറ്റും. സൂപ്പർനോവ ആയാലും ഫയർ ആയാലും സ്പേസ് ക്രാഫ്റ്റ് ആയാലും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. താങ്ക് യു.